അന്ധവിശ്വാസവും ബഹുദൈവാരാധനയൊക്കെ കൊണ്ട് നടക്കുന്ന ഒരു ജനതയായിരുന്നു നീനവ എന്ന പ്രദേശത്തുള്ള ആളുകൾ. അവരിലേക്കാണ് അള്ളാഹു തആല പ്രവാചകനായ യൂനുസ് നബിയെ നിയോഗിക്കുന്നത്. യൂനുസ് നബി അലൈഹിസ്സലാം അവരുടെ ഇടയിൽ ജീവിക്കുകയും ആ ജനങ്ങളെ പരിശുദ്ധ ഇസ്ലാമിലേക്ക് നിരന്തരം ക്ഷണിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. പക്ഷേ പ്രവാചകന്റെ വാക്കുകൾക്ക് അവരൊരു വിലയും കൽപ്പിച്ചില്ല. ആ സമയത്ത് പ്രവാചകനായ യൂനുസ് നബി അലൈഹിസ്സലാം തൻ്റെ ജനതയോട് പറഞ്ഞുകൊണ്ടിരുന്നു, നിങ്ങൾ എന്നെ നിഷേധിക്കുകയാണെങ്കിൽ അള്ളാഹു തആല നിങ്ങളെ കഠിനമായിട്ട് ശിക്ഷിക്കുമെന്ന്. മുൻകാലങ്ങളിലെ ആദ് സമൂദ് ഗോത്രത്തെയൊക്കെ അള്ളാഹു തആല നശിപ്പിച്ചതുപോലെ നിങ്ങളെയും നശിപ്പിക്കാൻ അള്ളാഹ്ക്ക് പ്രയാസമില്ല എന്ന് തുടങ്ങുന്ന ശിക്ഷയുടെ ഭയാനകതയെ നാട്ടുകാരെ പ്രവാചകൻ ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു. പക്ഷേ അപ്പോഴും അവർ കളിയാക്കുകയായിരുന്നു മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാമിനെ. അവർ പറഞ്ഞുകൊണ്ടിരുന്നു, എന്നാൽ നിന്റെ റബ്ബിനോട് ഞങ്ങളെ അങ്ങ് ശിക്ഷിക്കാൻ പറയും, ഞങ്ങളതൊന്ന് കാണട്ടെ എന്ന്. ചില സാഹചര്യങ്ങളിലൊക്കെ അക്രമങ്ങൾ പോലും ഏറ്റുവാങ്ങേണ്ട സാഹചര്യം പ്രവാചകനായ യൂനുസ് നബിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആയപ്പോൾ ആളുകളുടെ പ്രതികരണത്തിൽ മനം മടുത്തിട്ട് പ്രവാചകനായ യൂനുസ് നബി അലൈഹി സ്വലാം നാട് വിടാൻ തീരുമാനിക്കുന്നുണ്ട്. പക്ഷേ അവിടെ നിന്ന് നാട് വിടുന്നതിന് അള്ളാഹുവിൽ നിന്നുള്ള കൽപ്പനയൊന്നും വന്നിരുന്നില്ല. അങ്ങനെ ഇരിക്കെ പ്രവാചകനായ യൂനുസ് നബി അലൈഹി സ്വലാം ഒരു ദിവസം തൻ്റെ ജനതയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. ഒരുപാട് നടന്ന് സമുദ്രനിരപ്പിൻ്റെ അരികിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു കപ്പൽ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. കപ്പലിലെ ആളുകളോട് തന്നെയും കൊണ്ടുപോകുമോ എന്ന് സമ്മതം ചോദിക്കുകയും അവരുടെ അനുവാദത്തോടെ കപ്പലിൽ കയറിയിട്ട് നാട് വിടാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ കപ്പൽ നീങ്ങിത്തുടങ്ങി. ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന യാത്ര കടലിൻ്റെ മധ്യത്തിലെത്തിയപ്പോൾ പ്രകൃതിയുടെ സ്വഭാവം അങ്ങനെ മാറിത്തുടങ്ങുന്നുണ്ട്. കാറ്റൊക്കെ എതിർ ദിശയിലേക്ക് അടിച്ചു വീശുന്നു. ആ സമയത്ത് കപ്പലിലെ കപ്പിത്താൻ ഒരു നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. കപ്പലിൽ ഭാരം വർദ്ധിച്ചതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് കരയെടുക്കാൻ പ്രയാസമായിരിക്കും. കാരണം കടലിൻ്റെ സ്വഭാവം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അധികമുള്ള ചരക്കുകൾ എല്ലാവരും കടലിലേക്ക് വലിച്ചെറിയണം. ആളുകൾ ഓരോരുത്തരും ജീവൻ്റെ മൂല്യം കണ്ടുകൊണ്ട് അവരുടെ ചരക്കുകൾ കടലിലേക്ക് വലിച്ചെറിയാൻ തുടങ്ങി. അങ്ങനെ ചരക്കുകളെല്ലാം കടലിലേക്ക് എറിഞ്ഞ് ആളുകൾ മാത്രം കപ്പലിൽ ബാക്കിയായിട്ടും കടലിൻ്റെ സ്വഭാവത്തിന് മാറ്റമൊന്നും വന്നിട്ടില്ല. കപ്പലും വളരെ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ആ സമയത്ത് പൊതുവെ കടലിൽ പോകുമ്പോൾ ഭാരമേറിയാൽ ചരക്ക് വലിച്ചെറിഞ്ഞിട്ടും പ്രതിസന്ധി തീർന്നിട്ടില്ല എങ്കിൽ കപ്പലുകാരെടുക്കുന്ന ഒരു വഴിയാണ് അതിൽ നിന്നുള്ള ആളുകളെ ഓരോരുത്തരെയായിട്ട് കടലിലേക്ക് വലിച്ചെറിയാനുള്ളത്. പക്ഷേ ആരാണ് കടലിലേക്ക് ചാടേണ്ടത് എന്നത് അടുത്തൊരു ചോദ്യമാണ്. അങ്ങനെ അവർ നറുക്കിടാൻ തീരുമാനിച്ചു. എല്ലാവരുടെ പേരും പേപ്പറുകളിൽ എഴുതിയിട്ട് അവർ നറുക്കിടുകയാണ്. ആദ്യത്തെ നറുക്ക് വീണത് യൂനുസ് എന്ന പേരുള്ള വ്യക്തിക്കായിരുന്നു. അത് പ്രവാചകനായ യൂനുസ് നബിയായിരുന്നു. പക്ഷേ പ്രവാചകനെ വലിച്ചെറിയുന്നതിൻ്റെ പാപം ആലോചിച്ചിട്ട് അവർ രണ്ടാമതൊരു അവസരം കൂടി അവർ നൽകുന്നുണ്ട്. അങ്ങനെ രണ്ടാമത്തെ നറുക്കിലും യൂനുസ് എന്ന് തന്നെ വന്നപ്പോൾ അവസാന ചാൻസ് എന്നോണം മൂന്നാമതൊരു നറുക്കിന് കൂടെ അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ മൂന്നാമത്തെ നറുക്കിട്ട് വീഴുന്നതും പ്രവാചകനായ യൂനുസ് നബി അലൈഹി സ്വലാമിനായിരുന്നു. ഏതായിരുന്നാലും പ്രവാചകൻ യൂനുസ് നബി അലൈഹി സ്വലാമിനെ അവരെല്ലാവരും കൂടെ പിടിച്ചിട്ട് കടലിലേക്ക് വലിച്ചെറിയുകയാണ്. കടലിൽ വീണ പ്രവാചകനെ ഒരു മത്സ്യം വന്നിട്ട് ഉടനെ തന്നെ വിഴുങ്ങുന്നുണ്ട്. മത്സ്യത്തിൻ്റെ വയറ്റിലെത്തിയ പ്രവാചകൻ താൻ മരിച്ചെന്ന് വിചാരിച്ചിരുന്ന ഘട്ടത്തിൽ തനിക്ക് ചലിക്കാൻ കഴിയുന്നുണ്ട് എന്ന് സാവധാനം ബോധ്യപ്പെടുന്നുണ്ട്. അങ്ങനെ മത്സ്യത്തിൻ്റെ വയറ്റിൽ ഇരുട്ടിൽ കഴിഞ്ഞുകൂടുന്ന പ്രവാചകൻ മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് തൗബ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് പ്രവാചകനായ യൂനുസ് നബി അലൈഹി സ്വലാം നടത്തുന്ന പ്രാർത്ഥന വളരെ പ്രസക്തമാണ്. പ്രവാചകൻ മനസ്സറിഞ്ഞ് തൻ്റെ തെറ്റുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഈ പ്രാർത്ഥന ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ അല്ലാഹു തആല പ്രവാചകനായ യൂനുസ് നബി അലൈഹി സ്വലാമിൻ്റെ തൗബ സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ മത്സ്യത്തോട് പ്രവാചകനെ കരയിൽ കൊണ്ടുപോയി തുപ്പിക്കളയാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല കൽപ്പിക്കുകയാണ്. ഇത്ര ആയപ്പോഴേക്കും കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞു പോയിട്ടുണ്ട്. കരയിലേക്ക് തുപ്പിക്കളഞ്ഞ പ്രവാചകൻ മത്സ്യത്തിൻ്റെ വയറ്റിലിരുന്നു കൊണ്ട് ഒരുപാട് ചർമ്മരോഗങ്ങൾ പിടിപെടുന്നുണ്ട്. എന്നാൽ പ്രവാചകനെ ഉപേക്ഷിച്ച സ്ഥലത്ത് വളർന്നുണ്ടായ ഒരു ചെടിയിൽ നിന്നുള്ള ഫലങ്ങൾ ഭക്ഷിച്ചുകൊണ്ട് തൻ്റെ ആരോഗ്യമൊക്കെ പൂർണ്ണസ്ഥിതിയിൽ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടുന്നുണ്ട്. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം പ്രവാചകൻ
തൻ്റെ പഴയകാലത്തെ പ്രവർത്തന സ്ഥലമായ നീനവയിലേക്ക് തിരിച്ചു ചെല്ലുകയാണ്. ഇവിടെ ചെന്ന പ്രവാചകനായ യൂനുസ് നബി അലൈഹിസ്സലാം ഏറെ അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്. കാരണം നീനവക്കാർ ഇന്ന് ആകെ മാറിയിരിക്കുന്നു. എല്ലാവരും വിശ്വാസികളായിട്ട് പൂർണ്ണമായ ഭക്തിയോടെ പ്രവർത്തിക്കുന്ന മനുഷ്യരായി മാറിയിരിക്കുന്നു. പ്രവാചകനായ യൂനുസ് നബി അലൈഹിസ്സലാമിനെ അവർ വളരെയധികം സന്തോഷത്തോടെ സ്വീകരിക്കുന്നുണ്ട്. യൂനുസ് നബി ചോദിച്ചു, നിങ്ങൾ എങ്ങനെ ഇത്രയധികം മാറിയെന്ന്. ആ സമയത്ത് അവിടെയുള്ള ആളുകൾ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിനോട് പറയുന്നുണ്ട്, നിങ്ങൾ നാട് വിട്ട സമയത്ത് ആകാശം മുഴുവനും കറുത്തിരുണ്ട് വരുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ബോധ്യമായി, ഞങ്ങൾ ഒരു പ്രവാചകനെ വേദനിപ്പിച്ചതിന് അല്ലാഹു തആല ഞങ്ങളെ കഠിനമായി ശിക്ഷിക്കുമെന്ന്. അത് തിരിച്ചറിഞ്ഞ ഞങ്ങൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിട്ട് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് തൗബ ചെയ്യുകയുണ്ടായി. ഞങ്ങളുടെ പ്രാർത്ഥന അള്ളാഹു കേട്ടിട്ടാവണം ആകാശം പഴയതുപോലെ തിരിച്ചു വരികയും ഞങ്ങളെല്ലാവരും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്തുവെന്നും ഇന്ന് ഈ നാട്ടിലുള്ള എല്ലാവരും വിശ്വാസികളായി മാറിയിരിക്കുന്നു. ഇത് കേട്ട പ്രവാചകനായ യൂനുസ് നബി അലൈഹിസ്സലാം ഏറെ സന്തോഷത്തോടെ അവരുടെ കൂടെ പ്രവാചകനായിട്ട് ജീവിക്കുകയും ചെയ്യുന്നുണ്ട്.